തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ആദികേശവ പെരുമാൾ ക്ഷേത്രം. ഇത് 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണ്. CE 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും നിലവിലുള്ള തമിഴ് കീർത്തനങ്ങൾ അനുസരിച്ച് ഹിന്ദു വൈഷ്ണവരുടെ പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. മലനാട്ടിലെ ചരിത്രപ്രസിദ്ധമായ 13 ദിവ്യദേശങ്ങളിൽ 3 വശവും നദികളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം പഴയ തിരുവിതാംകൂറിലെ രാജ്യക്ഷേത്രവും ഭരദേവതാ ക്ഷേത്രവുമായിരുന്നു. താമിരഭരണി നദി, കോദായി നദി, പഹ്റാലി നദി എന്നിങ്ങനെയാണ് ആ 3 നദികളുടെ പേര്. സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം ക്ഷേത്രം തമിഴ്നാട് HNRCE വകുപ്പിന് കൈമാറി. അനന്തപത്മനാഭൻ അഥവാ ആദികേശവ പെരുമാൾ രൂപത്തിലുള്ള വിഷ്ണുവിന് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്കാൾ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിഷ്ണു ഇവിടെ കുടികൊള്ളുന്നതും നദികളാൽ ചുറ്റപ്പെട്ടതുമായതിനാൽ ഈ ക്ഷേത്രത്തെ ചേര രാജ്യത്തിൻ്റെ ശ്രീരംഗം എന്ന് വിളിക്കുന്നു. വിശദമായി പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തനി പകർപ്പാണെന്ന് തന്നെ പറയാം. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ അനന്തശയന രൂപത്തിലാണ് ഇവിടുത്തെ വിഗ്രഹ പ്രതിഷ്ഠ. തിരുവനന്തപുരത്തെ പ്രതിഷ്ഠ കിഴക്കോട്ട് അഭിമുഖമാണെങ്കിൽ ഇവിടത്തേത് പടിഞ്ഞാറ് ദിശയിലേക്കാണെന്ന വ്യത്യാസമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തേക്കാൾ വലുതാണ് ഈ വിഗ്രഹം. 22 അടി നീളമുള്ള വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 18 അടി നീളമേ ഉള്ളൂ. പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്കാൾ പഴക്കമുള്ള ക്ഷേത്രമേതാണെന്ന് പറയപ്പെടുന്നുണ്ട്. രണ്ടിടത്തെയും പൂജാരീതികൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും സാമ്യമുണ്ട്. അയ്യപ്പനും ശ്രീകൃഷ്ണനുമാണ് ഇവിടുത്തെ ഉപദേവതകൾ. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങി തിരുവട്ടാറിൽ നിന്നും 12 കിലോമീറ്റർ മാത്രം ദൂരമുള്ള മാത്തൂരിലേക്ക് യാത്ര തുടങ്ങി.